DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 17 ചൊവ്വ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ആധാർ കാർഡിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ അടിമുടി പരിഷ്കരിക്കാൻ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരുങ്ങുകയാണ്. നിലവിലുള്ള കാർഡുകളിൽ നിന്ന് പേര്, വിലാസം, ആധാർ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ ഒഴിവാക്കി പകരം ഉടമയുടെ ഫോട്ടോയും സുരക്ഷിതമായ ഒരു QR കോഡും മാത്രം ഉൾപ്പെടുത്തിയുള്ള പുതിയ ഡിസൈനാണ് പരിഗണനയിലുള്ളത്. കാർഡിന്റെ മുൻവശത്ത് ഫോട്ടോയും QR കോഡും മാത്രമേ ഉണ്ടാകൂ. ഓഫ്ലൈനായി വിവരങ്ങൾ വായിക്കുന്നത് നിരുത്സാഹപ്പെടുത്താനാണ് നീക്കം. ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പികൾ ഹോട്ടലുകളിലും മറ്റും നൽകുന്നത് വഴി വിവരങ്ങൾ ചോരുന്നത് ഒഴിവാക്കാൻ QR കോഡ് അധിഷ്ഠിത വെരിഫിക്കേഷൻ സഹായിക്കും. ആധാർ നമ്പർ ഉപയോഗിച്ചുള്ള സിം കാർഡ് തട്ടിപ്പുകൾ, അനധികൃത ലോണുകൾ, ആധാർ എനേബിൾഡ് പേയ്മെന്റ് സിസ്റ്റം വഴിയുള്ള പണം തട്ടൽ എന്നിവ തടയാൻ പുതിയ മാറ്റം ലക്ഷ്യമിടുന്നുണ്ട്. അടുത്ത അറിയിപ്പ്, CBSE 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഒന്നാം ബോർഡ് പരീക്ഷ എഴുതേണ്ടത് നിർബന്ധമാണെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒന്നാം പരീക്ഷയിൽ കുറഞ്ഞത് 3 വിഷയങ്ങളെങ്കിലും പരീക്ഷ എഴുതാത്തവരെ എസൻഷ്യൽ റിപ്പീറ്റ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമെന്ന് CBSE അധികൃതർ പറഞ്ഞു. ഈ വർഷം മുതൽ CBSE 10ാം ക്ലാസ്സിലേക്ക് 2 ബോർഡ് പരീക്ഷകൾ നടത്തുന്ന സമ്പ്രദായം ആരംഭിക്കും. ചില കാരണങ്ങളാൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഒന്നാം ബോർഡ് പരീക്ഷ എഴുതാൻ കഴിയില്ലെന്നും അതിനാൽ 2ാം ബോർഡ് പരീക്ഷ എഴുതാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ചില അപേക്ഷകൾ ലഭിച്ചതിനെ തുടർന്നാണ് ബോർഡ് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയത്. എല്ലാ വിദ്യാർത്ഥികളും ഒന്നാം ബോർഡ് പരീക്ഷ എഴുതേണ്ടത് നിർബന്ധമാണ്. വിജയിച്ചതും യോഗ്യതയുള്ളതുമായ എല്ലാ വിദ്യാർത്ഥികൾക്കും സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ്, ലാംഗ്വേജ് എന്നിവയിൽ ഏതെങ്കിലും 3 വിഷയങ്ങളിൽ ഇംപ്രൂവ്മെന്റിന് അനുമതി നൽകുമെന്ന് CBSE പരീക്ഷാ കൺട്രോളർ അറിയിച്ചിട്ടുണ്ട്. ആദ്യ പരീക്ഷയിൽ 3ഓ അതിലധികമോ വിഷയങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ ആ വിദ്യാർത്ഥിയെ 2ാമത്തെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്നും ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ വിദ്യാർത്ഥികളെ എസൻഷ്യൽ റിപ്പീറ്റ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തും. അടുത്ത വർഷം ഫെബ്രുവരി മാസം നടത്തുന്ന മെയിൻ പരീക്ഷകളിൽ മാത്രമേ അവർക്ക് പിന്നീട് പരീക്ഷ എഴുതാൻ കഴിയൂ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. ഒരു പവന് ഇന്നത്തെ വില 1,14,200 രൂപയാണ്. പവന് ഒറ്റയടിക്ക് കുറഞ്ഞത് 1,120 രൂപയാണ്. ഗ്രാമിന് 140 രൂപയാണ് ആനുപാതികമായി കുറഞ്ഞത്. 14,340 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഇന്നലെയും ഇന്നുമായി 1 പവൻ സ്വർണത്തിന് കുറഞ്ഞത് 2,070 രൂപയാണ്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് ഫെബ്രുവരിയിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളുടെ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനമന്ത്രി KN ബാലഗോപാൽ. ഇതിനായി 1,050 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ഫെബ്രുവരിയിലെ പെൻഷനായ 2,000 രൂപ ഫെബ്രുവരി 25 മുതലാണ് വിതരണം ആരംഭിക്കുക. 62 ലക്ഷത്തോളം പേർക്കാണ് 2,000 രൂപ വീതം പെൻഷൻ ലഭിക്കുക. 26 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി നേരിട്ടും പെൻഷൻ തുക കൈമാറും. ക്ഷേമനിധി അംഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷൻ അതാത് ബോർഡുകൾ വഴി വിതരണം ചെയ്യും. 8 ലക്ഷത്തോളം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇത് കൃത്യമായി ലഭിക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്രവിഹിത ഇനത്തിലുള്ള 24.21 കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട്. ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. എന്നാൽ ഇത് പലപ്പോഴും വൈകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ കേന്ദ്രവിഹിതം വാങ്ങുന്നവർക്ക് അക്കൗണ്ടിൽ 300, 200, 500 എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുക. അതായത് 1,500, 1,700, 1,800 എന്നീ തുകകളായിരിക്കും ആദ്യം ലഭിക്കുക. പിന്നീട് നിശ്ചിത ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഈ തുകയും അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.